ഷീജ, ഗുഡ് മോർണിംഗ് പറഞ്ഞു തുടങ്ങാൻ പറ്റിയ വാർത്തയല്ല, ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഇന്നലെ വൈകുന്നേരം നമ്മുടെ മുൻപിലേക്ക് വന്നത്. ഏതായാലും പ്രതിയെ വേഗത്തിൽ പിടികൂടാൻ കഴിഞ്ഞു എന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഇയാളെ ഇപ്പോൾ തമ്പാനൂർ റെയിൽവേ പോലീസ് ചോദ്യം ചെയ്യുന്നു. ഇയാൾ മദ്യലഹരിയിലായിരുന്നോ ഈ കൃത്യം ചെയ്തത്? എന്താണ് ഇപ്പോൾ പോലീസ് ആദ്യഘട്ടത്തിൽ പറയുന്നത്? തീർച്ചയായും മനു, ഏതായാലും ഇപ്പോൾ പ്രതി സുരേഷ് കുമാറിനെതിരെ വധശ്രമത്തിന് കേസെടുത്തിരിക്കുകയാണ് തമ്പാനൂർ റെയിൽവേ പോലീസ്. നിലവിൽ ഇയാൾക്കെതിരായിട്ടുള്ള അറസ്റ്റും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി 8:40 ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് കേരള എക്സ്പ്രസ് വർക്കല കഴിഞ്ഞ് വർക്കലയ്ക്കും കടക്കാവൂർ എത്തുന്നതിന് തൊട്ടു മുൻപുമായിട്ടാണ് ഈ ഒരു അപകടം, ഈ ഒരു ദുരന്തം ഉണ്ടാകുന്നത്. അതിൽ ഈ സുരേഷ് കുമാർ എന്ന് പറയുന്ന പ്രതി ഇയാൾ മദ്യലഹരിയിലായിരുന്നു എന്നുള്ളതാണ് ഈ കുട്ടിക്കൊപ്പം ഉണ്ടായിരുന്നത്. അതായത് ഇപ്പോൾ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലുള്ള ശ്രീകുട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന അർച്ചന എന്ന് പറയുന്ന കുട്ടി. ആ കുട്ടിയും മാധ്യമങ്ങളോട് ഇന്നലെ പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. വാഷ്റൂമിൽ പോയതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെയാണ് ഈ പ്രതി നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പ്രതി ശ്രീകുട്ടിക്ക് നേരെ ശ്രീകുട്ടിയെ ചവിട്ടി ഇടുകയായിരുന്നു. ശ്രീകുട്ടി ഉടൻ തന്നെ ട്രെയിനിൽ നിന്നും തെറിച്ച് താഴേക്ക് വീഴുകയായിരുന്നു. അതിൽ ശ്രീകുട്ടിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ അർച്ചനയ്ക്ക് നേരെയും ഇത്തരത്തിലൊരു അതിക്രമം ഈ പ്രതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായി. പക്ഷേ മറ്റ് സഹയാത്രക്കാർ ഇടപെട്ട് ആ പ്രതിയെ പിടിച്ചു വെച്ചതിനെ തുടർന്നാണ് അർച്ചന രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇവർ തന്നെ സഹയാത്രക്കാർ തന്നെയാണ് ഈ പ്രതിയെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്നാണ് കൊച്ചുവേളിയിൽ എത്തിയപ്പോൾ അത് റെയിൽവേ പോലീസിന് ഈ പ്രതിയെ കൈമാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അവിടെ നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തിക്കുകയും തിരുവനന്തപുരത്ത് രാത്രി എത്തിച്ചതിനു ശേഷം വൈദ്യപരിശോധന അടക്കം പൂർത്തിയാക്കിയാണ് ഇവിടെ ഈ റെയിൽവേ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിയെ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും പ്രതിയുടെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രതിയുടെ ഒരു പശ്ചാത്തലമടക്കം നിലവിൽ ഇപ്പോൾ റെയിൽവേ പോലീസും അതോടൊപ്പം തന്നെ സംസ്ഥാന പോലീസും പരിശോധിച്ചു വരികയാണ്. പ്രതി പനച്ചമൂട് സ്വദേശിയാണ്. ഇയാൾ നേരത്തെ ഇങ്ങനെ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതാണോ? ഇയാളുടെ അത്തരത്തിൽ എന്തെങ്കിലും പശ്ചാത്തലമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? അതിനെക്കുറിച്ച് പോലീസും റെയിൽവേ പോലീസും ഒപ്പം തന്നെ സ്റ്റേറ്റ് പോലീസും എന്താണ് ഷീജ പറയുന്നത്? നിലവിൽ ഇയാളുടെ ഒരു പശ്ചാത്തലം പോലീസ് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഇയാളൊരു സ്ഥിരം മദ്യപാനിയാണ് എന്നുള്ളൊരു കാര്യം പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വീട്ടിലടക്കം ഭാര്യയോടും 2 മക്കളോടും അടക്കം വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ നിരന്തരം സൃഷ്ടിക്കുന്ന വ്യക്തിയായിരുന്നു. വീട്ടിൽ നിരന്തരം സംഘർഷമടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലമാണ് ഇയാൾക്കുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നുണ്ട്. ഏതായാലും ഇയാൾ മദ്യലഹരിയിൽ തന്നെയാണ് ട്രെയിനിലേക്ക് കയറിയത് എന്നുള്ളത് തന്നെയാണ് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഈ പെൺകുട്ടികൾക്ക് നേരെ ഇയാളുടെ ഭാഗത്ത് നിന്നും പ്രതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തുടർ നടപടികളടക്കം പോലീസ് ഇതിനകം തന്നെ വേഗത്തിലാക്കിയിട്ടുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വധശ്രമത്തിന് ആണ് നിലവിൽ ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതേസമയം തന്നെ ഇയാളുടെ ഒരു പശ്ചാത്തലം അത് പൂർണ്ണമായും പരിശോധിക്കുന്ന നടപടിയും പോലീസിന്റെ ഭാഗത്ത് നിന്നും ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പെൺകുട്ടിയുടെ സാഹചര്യം കൂടി പറയേണ്ടതാണ്. പെൺകുട്ടി ഇന്നലെ രാത്രിയൊക്കെ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു. പിന്നീട് ആരോഗ്യനിലയിൽ ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടായതിനെ തുടർന്ന് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. മനു, തീർച്ചയായും ഷീജ, പെൺകുട്ടിയുടെ ആരോഗ്യനിലയെക്കുറിച്ച് അല്പസമയത്തിന് തന്നെ സുലേഖ നമ്മളോട് സംസാരിക്കും മെഡിക്കൽ കോളേജിൽ നിന്ന്. സുലേഖയ്ക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പ്രതിയെ പിടികൂടി അയാളെ ചോദ്യം ചെയ്യുന്നു എന്നതാണല്ലോ. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ട്രെയിനിൽ വെച്ച് സംഭവം നടന്നുകൊണ്ട് സ്വാഭാവികമായും റെയിൽവേ പോലീസാണ് ആദ്യം ഈ വിഷയം കൈകാര്യം ചെയ്യുക. പക്ഷേ എങ്കിൽ പോലും സ്റ്റേറ്റ് പോലീസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇടപെടലും വിഷയത്തിൽ ഉണ്ടാകുമല്ലോ. അപ്പോൾ അവർ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ശേഖരിച്ച് വിശദമായ ഇടപെടലുകളിലേക്ക് കടന്നോ? തീർച്ചയായും അത് ആ രീതിയിൽ തന്നെ അതിൻ്റേതായിട്ടുള്ള നടപടികളിലേക്ക് ഇതിനകം തന്നെ സംസ്ഥാന പോലീസും കടന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് പാറശാല കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ സുരേഷ് കുമാറിൻ്റെ പ്രതിയുടെ ഒരു പശ്ചാത്തലമൊക്കെ പരിശോധിക്കുന്ന നടപടിയും ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള നടപടികളൊക്കെ വേഗത്തിൽ തന്നെ സംസ്ഥാന പോലീസും മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ ഒരു സ്ഥിരം മദ്യപാനിയാണ് എന്നുള്ളൊരു പശ്ചാത്തലമൊക്കെ ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഏതായാലും ഇതിൽ സംസ്ഥാന പോലീസും ആവശ്യമായ വിവരശേഖരണം അടക്കം നടത്തി തന്നെയാണ് ഇതിൽ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ആവശ്യമായ നടപടിയും സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിൽ നിലവിലിപ്പോൾ റെയിൽവേ പോലീസിന്റെ തിരുവനന്തപുരം സെൻട്രലിലുള്ള റെയിൽവേ പോലീസിന്റെ യൂണിറ്റ് അവരാണ് ഈ ഒരു കേസിൽ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കൂടുതൽ ചോദ്യം ചെയ്യലിന് ഇയാളെ വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നിലവിലിപ്പോൾ റെയിൽവേ പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇവിടെ സംസ്ഥാന പോലീസിന്റെ ഉദ്യോഗസ്ഥരും എനിക്ക് പിന്നിൽ കാണുന്ന റെയിൽവേ പോലീസ് സ്റ്റേഷന്റെ ഉള്ളിലുണ്ട്. ഈ പ്രതിയെ ചോദ്യം ചെയ്തതിൽ അവരടക്കമുള്ളവരുടെ ഒരു പങ്കാളിത്തം
സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഏതായാലും സംയുക്തമായ ഒരു ഇടപെടൽ തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ പനച്ചമൂട് എന്ന് പറയുന്നത് ഈ പാറശാലയ്ക്ക്, അതായത് നമ്മുടെ അതിർത്തിക്ക് അടുത്തുള്ള പ്രദേശമാണോ ഷീജ? തീർച്ചയായും പാറശാലയ്ക്ക് അടുത്താണ് ഈ പനച്ചുമൂട് എന്ന് പറയുന്നത് മനു. അവിടെ പ്രത്യേകിച്ചും ഇയാളുടെ ഒരു പശ്ചാത്തലം പരിശോധിച്ചപ്പോൾ പോലീസ് ഏറ്റവും ഒടുവിലായി പോലീസിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇയാൾ കഴിഞ്ഞ ദിവസം പാറശാലയിൽ നിന്നും ഒരു ബാറിൽ കയറി മദ്യപിച്ചതിന് ശേഷം ഒരു സുഹൃത്തിനെ കാണാനുണ്ട് എന്ന് പറഞ്ഞ് കോട്ടയത്തേക്ക് പോയി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം കോട്ടയത്ത് നിന്നാകാം ഇയാൾ ട്രെയിനിൽ കയറിയത് എന്നുള്ള ചില സൂചനകളും ലഭ്യമാകുന്നുണ്ട്. അത്തരത്തിൽ മദ്യലഹരിയിൽ തന്നെയാണ് ഇയാൾ ട്രെയിനിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ആ ട്രെയിൻ യാത്രയിൽ ഈ പെൺകുട്ടിയെ ചവിട്ടിയിട്ടതിനു ശേഷം ആ പെൺകുട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന അർച്ചനയെ തള്ളിയിടാനുള്ള ശ്രമത്തിനിടയിൽ ആണ് ഈ സഹയാത്രക്കാർ ഈ സുരേഷ് കുമാറിനെ പിടിക്കുന്നത്. ഈ പിടിക്കുന്ന സമയത്ത് അവർ തന്നെ പറയുന്നുണ്ട് ഷീജ ഒഴിവായത് ഈ ശ്രീകുട്ടിയെ മാത്രമല്ല കൂടെ ഉണ്ടായിരുന്ന അർച്ചനയെ കൂടി ചവിട്ടിയിടാൻ ഇയാൾ ശ്രമിക്കുന്നു. അത് കൂടെ ഉണ്ടായിരുന്ന യാത്രക്കാർ തടഞ്ഞതുകൊണ്ട് മാത്രമാണ് അത് സംഭവിക്കാതിരുന്നത്. ഇല്ലെങ്കിൽ രണ്ട് പെൺകുട്ടികൾ അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നൊരവസ്ഥ ഉണ്ടാകുമായിരുന്നു. തീർച്ചയായും മനു, അത്തരത്തിലൊരു ദുരന്തത്തിൽ വൻ ദുരന്തത്തിൽ നിന്നാണ് ഈ യാത്രക്കാരുടെ സമയോചിതമായ ഇടപെടൽ കാരണം ആ പെൺകുട്ടി അർച്ചന ഏതായാലും ആ സമയം തന്നെ രക്ഷപ്പെട്ടത്. കാരണം ആ അർച്ചന എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കൈയും കാലും ഈ അതായത് ട്രെയിനിൻ്റെ ഡോറിനടുത്താണ് ഈ പെൺകുട്ടികൾ നിന്നിട്ടുണ്ടായിരുന്നത്. വാഷ്റൂമിൽ പോയതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങി അവിടെയാണ് നിന്നത്. അപ്പോഴാണ് ഇയാളുടെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള പ്രകോപനവും ഇല്ലാതെ ഇത്തരത്തിലൊരു അക്രമം ഉണ്ടാകുന്നത്. ആദ്യം തന്നെ ശ്രീകുട്ടിയെ തള്ളിയിടുന്നു. ശ്രീകുട്ടിയെ തള്ളിയിടുന്നതിൽ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം അർച്ചനയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുമ്പോഴാണ് ഇതിൽ ഉടൻ തന്നെ അർച്ചനയും കൂടി തള്ളിയിടുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഈ പ്രതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. അർച്ചന തന്നെ പറയുന്നുണ്ട്, എൻ്റെ കൈയും കാലും പൂർണ്ണമായും ഞാൻ താഴേക്ക് വീഴും എന്ന് ഉള്ളൊരു ഭയാശങ്കയിലായിരുന്നു. അപ്പോഴാണ് സമയോചിതമായ ഇടപെടൽ സഹയാത്രക്കാരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. ഉടൻ തന്നെ അയാളെ പിടിച്ചു വയ്ക്കുകയും ഉടൻ തന്നെ ട്രെയിനിൻ്റെ ചെയിൻ വലിക്കുകയും ഒപ്പം തന്നെ ഈ റെയിൽവേ പോലീസിനെ അറിയിക്കുകയും ചെയ്യുകയായിരുന്നു. പിന്നീടാണ് കൊച്ചുവേളിയിലേക്ക് എത്തിയപ്പോൾ ട്രെയിൻ കൊച്ചുവേളിയിൽ എത്തിയപ്പോഴാണ് ഇയാളെ റെയിൽവേ പോലീസിന് കൈമാറുന്നതടക്കമുള്ള നടപടികൾ ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉടനടി തന്നെ ആ സമയോചിതമായ ഇടപെടൽ സഹയാത്രക്കാരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ക്രിമിനൽ അപ്പോൾ തന്നെ പിടിയിലായത് എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ് മനു.